ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പവർ ബാങ്ക് ആണ്. നിങ്ങൾക്ക് ഒരു ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കല്യാണത്തിനോ ഇത് പരിപാടിയൊക്കെ പോകുമ്പോൾ ബൈക്ക് പിടിച്ച് കൊണ്ടുനടക്കാൻ വേണ്ട ചെറിയൊരു പവർ ബാങ്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ലാഗപ്പിടില്ല, നേരെ വീട്ടിലോട്ട് പോകാം. അപ്പൊ നമ്മളെ പണി തുടങ്ങാണ്. ഫസ്റ്റ് തന്നെ വേണ്ടി ഇങ്ങനത്തെ ചെറിയൊരു ബോക്സ് ആണ്. അപ്പൊ അടുത്തായിട്ട് ആവശ്യം ഇങ്ങനത്തെ 3 നിത്യമ്പളത്തെയാണ്. പിന്നെ നമുക്ക് ആവശ്യം ഇങ്ങനത്തെ കുറച്ച് വയറാണ്. നമുക്ക് അടുത്തായിട്ട് ആവശ്യം ഇങ്ങനത്തെ ചെറിയൊരു മുടിയോളാണ്. ഇത് നമ്മൾ ഇലക്ട്രിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ പണി തുടങ്ങാണ്. ഫസ്റ്റ് തന്നെ വേണ്ടി ഇങ്ങനത്തെ 3 ബാറ്ററിയാണ്. ഇതെടുത്ത് ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്കിവിടെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ടാപ്പ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ടാപ്പ് ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിക്കണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആവശ്യം ഇങ്ങനത്തെ 2 സ്ട്രിപ്പ് ചെയ്ത വയറാണ്. അത് നമുക്ക് ഒന്നെടുത്തിട്ട് ഇതിന് മുകളിൽ ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് സോൾഡർ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് 2 ഭാഗത്തും. നമുക്ക് ഈ പുറത്തേക്ക് തള്ളിക്കേണ്ട 2 ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞു, മറ്റേ ഭാഗം ഒന്ന് അപ്പോൾ നമ്മൾ 2 ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ആ ചെറിയ 2 വയർ വെച്ചിട്ട് ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും റെഡ് വയർ പോസിറ്റീവിലേക്കും നമ്മൾ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഷോൾഡറിൽ സെറ്റാക്കി വെച്ചിരിക്കണേ. ഇനി നമുക്കിത് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ടാപ്പ് ഒട്ടിച്ചിട്ട് കണ്ടില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമുക്ക് ടാപ്പ് ഒട്ടിക്കേണ്ടതാണ്. കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് എല്ലാ ബാറ്ററിനും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ, നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ വയറൊന്ന് വിടാതിരിക്കാനാണ്. അപ്പം നമ്മളിത് ഒട്ടിച്ച് തന്നെ ശരിയാക്കി വെച്ചിരിക്കണോ. നമ്മളിത് മാറ്റി വെക്കാം. നമ്മൾ ആദ്യം കാണിച്ച ആ ബോക്സ് എടുത്തിട്ട് ആ മൊഡ്യൂള് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മൊഡ്യൂളിന് വെക്കാൻ പാകത്തിനുള്ള ഒരു ഹോൾട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഹോൾട്ട് കൊടുക്കണം. ഞാൻ ഹോൾഡറിന് ഷോൾഡർ മെഷീൻ വെച്ചിട്ടാട്ടോ ഞാൻ ഹോൾഡറിന്. അപ്പോൾ ഗായ്സ്, നമ്മളിത് ഹോൾട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഹോൾഡുമ്പോൾ നമ്മളിത് കയറാൻ പാകത്തിന് തന്നെ ഹോൾഡിടണം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒട്ടിച്ച് കൊടുക്കണം ഗ്ലൂ ഗൺ വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് പശക്ക് ഒട്ടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഇളകാതിരിക്കാൻ നമുക്കൊന്ന് ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. 2 പീസ് എടുത്താൽ മതി കേട്ടോ. സ്ഥലം ഉണ്ടല്ലോ. ഇങ്ങനെ ഒട്ടിച്ച് സാധനം കഴിച്ച് വരുന്നില്ല ഗൈസ്. നമുക്ക് ഇതൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ബ്ലാക്ക് വയർ നമ്മൾ മുടികളുടെ മൈനസിലേക്കും റെഡ് വയർ പ്ലസ് ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മളെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫോണുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വയർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. കുത്തിയിട്ട് നമ്മൾ ഈ ഫോൺ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഓൺ ആയിട്ടുണ്ട്. കണ്ടോ, ചാർജ് കയറുന്നത് കണ്ടില്ലേ? അതാ വയർ കേട്ടോ, എന്താ വയറ് സത്യമാണ്. കണ്ടോ, ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം. ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. കുത്തിയിട്ട് വയറെടുത്തിട്ട് കുത്തി കൊടുക്കണം. കണ്ടോ, ഈ ലൈറ്റ് കണ്ടോ, റെഡ് ലൈറ്റ് കത്തുന്നില്ല. അതാണ് ഈ ഇൻഡിക്കേറ്റർ കേട്ടോ. ഈ ചാർജ് കയറുന്നുണ്ട് എന്ന് അറിയാനുള്ള ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.